ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണശേഖരം ലക്ഷ്യം വെച്ചുള്ള കൃത്യമായ ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിടുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കടലിൽ ഒരു കപ്പൽ പോലും പ്രവേശിക്കാൻ അനുവദിക്കാതെ തന്നെ കടുത്ത നിലപാടോടുകൂടി തന്നെ ഇറാൻ മുന്നോട്ട് നീങ്ങുന്നത്. മിക്ക എണ്ണ ടാങ്കുകൾക്ക് നേരെയും ഇറാൻ ഡ്രോൺ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആക്രമണം നേരിട്ടാൽ അത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങും എന്നതിലും സംശയമില്ല. UAE, ബഹ്റിൻ, ഒമാൻ എന്നിവിടങ്ങളിൽ തന്നെ ഇത് ലക്ഷ്യമാക്കി ഇറാൻ വ്യോമാക്രമണം നടത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സലാല തുറമുഖത്ത് എണ്ണ ടാങ്കുകൾക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തു. മാത്രമല്ല, ചില മാധ്യമങ്ങൾ അൽ ജസീറ, ഒമാൻ TV പോലുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചുകൊണ്ട് ഡ്രോൺ ആക്രമണത്തിൽ സലാല തുറമുഖത്തെ എണ്ണ ടാങ്കുകൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി തന്നെ സൂചിപ്പിക്കുന്നു. ബ്രിട്ടീഷ് സമുദ്ര സുരക്ഷാ കമ്പനിയായ എംബ്രയും ഈ ആക്രമണം സ്ഥിരീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആക്രമണത്തിൽ വ്യാപാര കപ്പലുകൾക്ക് കേടുപാടുകൾ ഇതുവരെയും സംഭവിച്ചിട്ടില്ല. ആക്രമണത്തെ തുടർന്ന് ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അൽ സെയ്ദ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയുമായി തന്നെ ബന്ധപ്പെടുകയും ഈ വിവരങ്ങൾ, ഈ സ്ഥിതിഗതികൾ അവിടെ വിലയിരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായതിന് ഹൈതം ആയത്തുള്ള മുജ്തബ ഖൊമേനിയെ സുൽത്താൻ അഭിനന്ദിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഇറാൻ ഒമാനിൽ തന്നെ വലിയ രീതിയിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒമാന്റെ മണ്ണിൽ നടന്ന ഈ ആക്രമണങ്ങളെ സുൽത്താൻ ശക്തമായി തന്നെ എതിർക്കുകയും അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒമാന്റെ സുരക്ഷയ്ക്കും സുസ്ഥിരതയും നിലനിർത്താൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട് എന്നതാണ് ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹോർമോസ് കടലിടുക്കിന് സമീപവും ഇറാൻ കപ്പലുകൾ ലക്ഷ്യമിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 3 വ്യാപാര കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതായി തന്നെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെന്റർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ മേഖലയിൽ നടക്കുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര വ്യാപാരത്തിനും സമുദ്ര സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. അതേപോലെ തന്നെ ഇതിനിടയിൽ ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുള്ള ആക്രമണങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഗൾഫ് സമുദ്രത്തിൽ കഴിഞ്ഞ ദിവസം 3 വ്യാപാര കപ്പലുകൾ ബോംബ് ആക്രമണത്തിൽ തകർക്കാൻ ഇറാൻ ശ്രമം നടത്തിയിരുന്നു. ഇതോടുകൂടി തന്നെ ജാഗ്രത പാലിക്കണമെന്നായിരുന്നു UK മാരിടൈം ഓർഗനൈസേഷൻ നൽകിയ അറിയിപ്പിൽ സൂചിപ്പിച്ചത്. വടക്കൻ ഗൾഫിൽ 1-ലധികം വാണിജ്യ കപ്പലുകൾ ആക്രമിക്കപ്പെടുകയും ഇറാഖ് TTWയിൽ അൽ ബ്രെയ്ഡ് നിന്ന് 5 നോട്ടിക്കൽ മൈൽ തെക്ക് സംഭവിച്ച ഒരു സംഭവത്തെക്കുറിച്ച് UK MTOയ്ക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു. അതേപോലെ തന്നെ 2 ടാങ്കുകൾ ഒരു അജ്ഞാത പ്രൊജക്ടറിൽ ഇടിക്കുകയും അവിടെ വലിയ രീതിയിലുള്ള തീ പടരുകയും ചെയ്തിരുന്നു. ഒരു കപ്പലിലെ കമ്പനി സുരക്ഷാ ഉദ്യോഗസ്ഥർ ആക്രമണത്തിന് വലിയ രീതിയിൽ തീപിടുത്തം ഒരു കാരണമായി സ്ഥിരീകരിക്കുകയും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുന്ന സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നതെന്ന് വിലയിരുത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടും ജീവനക്കാരെ ഒഴിപ്പിച്ചുവെന്നും സുരക്ഷിതരായി തന്നെ അവർ ഇപ്പോൾ കഴിയുന്നതായും തുടർന്നുള്ള ഒരു അപ്ഡേറ്റിൽ ഉൾപ്പെടെ തന്നെ 2ാമത്തെ ടാങ്കിനും സാരമായ ഇടികൾ അതിന് വിധേയമാകുകയും അവിടെ തീ പടരുന്നതായി തന്നെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, 2ാമത്തെ കപ്പലിൽ ഉണ്ടായിരുന്നവരും ഇവിടെ സുരക്ഷിതരായി തന്നെ അവരെ രക്ഷിക്കാൻ സാധിച്ചു എന്ന വിലയിരുത്തൽ കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.